അന്നെപ്പോലുള്ള ഈ വർഗീയ ചിന്താഗതിയുള്ള തീവ്രവാദികളാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് മതത്തിനെ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഈ നാട് മൊത്തത്തിൽ നാശിപ്പിക്കുന്നത്. സിമ്പിൾ അല്ലല്ലോ. പിന്നെന്താണ് ഈ ഉള്ളിസൂര പറഞ്ഞത്? അത്ര ബുദ്ധിമുട്ടുള്ള മൊല്ലാഖന്റെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്നല്ലേ? ഇവിടെ ഈ കേരളത്തിൽ എത്ര മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾ ഉണ്ടെന്ന് അറിയാം. അവിടെ എവിടെയെങ്കിലും ഇങ്ങനത്തെ പരാമർശം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറി തൊട്ട് വരാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുരിശുമാല ഇട്ടിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ ശബരിമലയിൽ പോകുന്ന ടൈമിൽ ഈ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് വരണ്ട, മാല ധരിച്ചിട്ട് വരണ്ട, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ജിന്ന് വരെ? പക്ഷേ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും, ഓരോ നിബന്ധന ഉണ്ടാവും. മുസ്ലിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് തൊപ്പിട്ടിട്ട് വരണം, അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഹിജാബ് ധരിച്ചിട്ട് വരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവരോട് ആരോടെങ്കിലും എപ്പോഴെങ്കിലും തൊപ്പിയിട്ടിട്ട് വരണം, അല്ലാണ്ട് ഹിജാബ് ധരിച്ചിട്ട് വന്നാലേ ഇവിടെ സ്കൂളിൽ കയറ്റുള്ളൂ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒന്ന് കാണിച്ചാട്ട്, എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് കൊണക്ക്. ഇങ്ങനത്തെയും കുറേ നാറികളുണ്ടല്ലോ. അന്നെപ്പോലുള്ള ഈ വർഗീയ ചിന്താഗതിയുള്ള തീവ്രവാദികളാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് മതത്തിനെ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഈ നാട് മൊത്തത്തിൽ നാശിപ്പിക്കുന്നത്.